ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. സെല്ലൂഷിയിൽ സിക്സുകളുടെ മഴ തന്നെ എന്നു പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിന് മുന്നിൽ ആസിസ് പട തല കുനിച്ചു എന്നു തന്നെ പറയാം സുഹൃത്തുക്കളെ. കിടിലൻ വെടിക്കെട്ട് പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നായകൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ഓസ്ട്രേലിയയുടെ സെമി പ്രവേശം അല്പം മന്ദഗതിയിൽ ആയിരിക്കുന്നു എന്ന് പറയാം സുഹൃത്തുക്കളെ. ഇനി അഫ്ഗാനിസ്ഥാന്റെ മത്സരഫലത്തിന് ശേഷം മാത്രമാണ് ഓസ്ട്രേലിയയുടെ മുൻപോട്ടുള്ള പോക്ക് ഇനി നമുക്ക് തീരുമാനിക്കാൻ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ രോഹിത് ശർമ്മ ആറാടുകയായിരുന്നു സുഹൃത്തുക്കളെ. 41 പന്തിൽ 91 റൺസാണ് അദ്ദേഹം നേടിയത്. 7 ഫോറുകളും 8 സിക്സറുകളും അടങ്ങിയതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ്. വാട്ട് എ ഫാന്റാസ്റ്റിക് പ്ലേ. തുടക്കം മുതൽ തന്നെ ഓസീസ് ബൗളർമാരെ ആക്രമിക്കുകയായിരുന്നു രോഹിത് ശർമ്മ. മിച്ചൽ സ്റ്റാർക്കിന്റെ രണ്ടാമത്തെ ഓവറിൽ രോഹിത് ശർമ്മ നേടിയത് 29 റൺസ്. 4 സിക്സുകളടക്കം 29 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത്. എന്നാൽ ആ സ്റ്റാർക്കിന്റെ ബോളിൽ തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീഴുകയും ചെയ്തു. 91 നിൽക്കുമ്പോൾ സ്റ്റാർക്ക് ബോൾ ചെയ്യാൻ വന്നപ്പോൾ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. എന്നാൽ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ മോശം ഫീൽഡിംഗ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയെ ഈ മത്സരത്തിൽ. ഓസ്ട്രേലിയയുടെ ട്രാവൽസ് ഹെഡും മിച്ചൽ മാർഷും ചേർന്ന് ഇന്ത്യയെ ഒന്ന് ഭയപ്പെടുത്തിയെങ്കിലും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. തുടരെ വിക്കറ്റുകൾ വീണതുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് 181 റണ്ണിൽ ഒതുങ്ങിയത്. ഇനി നമുക്ക് സ്കോർ ബോർഡിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ. ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. എന്നാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പണിംഗ് ഇറങ്ങിയും വിരാട് കോഹ്ലി വീണ്ടും ഡക്കിന്, ഈ വേൾഡ് കപ്പിൽ രണ്ടാമത്തെ ഡക്കാണ് വിരാട് കോഹ്ലി. 5 ബോൾ ഫേസ് ചെയ്തെങ്കിലും 1 റൺ പോലും അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചില്ല. എന്നാൽ രോഹിത് ശർമ്മയുടെ അറ്റാക്കിംഗ് പവർ, 41 ബോളിൽ 92 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. പറഞ്ഞതുപോലെ 7 ബൗണ്ടറികളും 8 സിക്സറുകളുമാണ് അദ്ദേഹത്തിന്റെ നേട്ടം. ഋഷഭ് പന്തിനെ 14 ബോളിൽ നിന്ന് 15 റണ്ണാണ് എടുത്തത്. എന്നാൽ സൂര്യകുമാർ യാദവ് 16 ബോളിൽ നിന്ന് 31 റൺസും, ശിവൻ ദുബെ ആണെങ്കിൽ 22 ബോളിൽ നിന്ന് 28 റൺസാണ് നേടിയത്. ഹാർദിക് പാണ്ഡ്യയുടെ ഫിനിഷിംഗ് ആവട്ടെ 17 ബോളിൽ നിന്ന് 27 റൺസ്, 2 സിക്സറും 1 ബൗണ്ടറിയും അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിങ്സ്. ജഡേജയാവട്ടെ 5 ബോളിൽ നിന്ന് 9 റണ്ണാണ് അദ്ദേഹം നേടിയത്. ഇനി നമ്മൾക്ക് ഓസ്ട്രേലിയയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് 4 ഓവറിൽ 45 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 2 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹേസൽവുഡ് 4 ഓവറിൽ 14 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 1 വിക്കറ്റാണ് ഹേസൽവുഡ് നേടിയത്. പാറ്റ് കമിൻസ് ആവട്ടെ 4 ഓവറിൽ 48 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. അദ്ദേഹത്തിന് 1 വിക്കറ്റ് പോലും എടുക്കാൻ സാധിച്ചില്ല. ഏഡൻ സാംബയാനോ 4 ഓവറിൽ 41 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. മാർക്കസ് സ്റ്റോണിസ് 4 ഓവറിൽ 56 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 2 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ഇനി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസീസിന്റെ ഇന്നിങ്സ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഡേവിഡ് വാർണർ തുടക്കത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. 6 ബോളിൽ 6 റൺസാണ് അദ്ദേഹം നേടിയത്. എന്നാൽ അപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ മാച്ചുകൾക്കെതിരെ ട്രാവിസ് ഹെഡിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. 43 പന്തുകളിൽ നിന്ന് 76 റൺസാണ് ട്രാവിസ് നേടിയത്. ഇന്ത്യൻ ഫാൻസിനെ ഒന്ന് ഭയപ്പെടുത്തി ട്രാവിസ് ഹെഡ്. അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് ആവട്ടെ 28 ബോളിൽ നിന്ന് 37 റൺസാണ് നേടിയത്. 12 ബോളിൽ നിന്ന് മാക്സ്വെൽ 20 റൺ നേടി പുറത്താവുകയായിരുന്നു. മാർക്കസ് സ്റ്റോണിസ് 4 ബോളിൽ നിന്ന് 2 റണ്ണും ടിം ഡേവിഡ് 11 ബോളിൽ നിന്ന് 15 റണ്ണുമാണ് നേടിയത്. അവരുടെ വിക്കറ്റ് കീപ്പർ മാത്യു വെയ്ഡ് 2 ബോളിൽ നിന്ന് 1 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. പാറ്റ് കമിൻസ് ആവട്ടെ 7 ബോളിൽ നിന്ന് 11 റൺസ്. പിന്നെ മിച്ചൽ സ്റ്റാർക്ക് ഇറങ്ങിയാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പം എങ്ങനെ പോകുന്നു ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ്? അങ്ങനെ ഗൈസ്, ഓസ്ട്രേലിയയെ ഇന്ത്യ തകർക്കുകയായിരുന്നു സുഹൃത്തുക്കളെ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾക്ക് ഇത് വിരാമമിടുമോ എന്ന് നമുക്ക് അഫ്ഗാനിസ്ഥാന്റെ മാച്ചോടുകൂടി നമുക്ക് പറയാം സുഹൃത്തുക്കളെ. ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.